നമസ്കാരം സുഹൃത്തുക്കളെ, 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മാത്സിന്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്കറിയാം സംഖ്യ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഫസ്റ്റ് തന്നെ പറയുന്നത് സംഖ്യകളെ കുറിച്ചിട്ടാണ് അല്ലേ. അതിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ആ ടോപ്പിക്കിൽ നിന്ന് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഫസ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് അല്ലേ. ആ സംഖ്യകളും അടിസ്ഥാന ക്രിയകളിൽ നിന്നും ഒരു 10 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, 10 മോഡല് ഞാൻ നിങ്ങൾക്ക് തരാം. അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്താണ് അവിടെ മിസ്റ്റേക്ക് പറ്റുന്നതൊക്കെ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ. ടൈപ്പ് 1 നോക്കിക്കേ. ഫസ്റ്റ് ഇവിടെ ടൈപ്പ് 1 കേട്ടോ. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ. എണ്ണൽ സംഖ്യകൾ പറഞ്ഞാൽ എന്താണ്, 1, 2, 3, 4, 5 അങ്ങനെ പോണത് അല്ലെ. ഇതാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലെ, അറിയാലോ. അപ്പോ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്, എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ കാണാൻ. നമ്മളിപ്പോ 5 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി 6, 7, 8 എന്ന് എഴുതിയിട്ട് 50 വരെ എഴുതിയിട്ട് മൊത്തം കൂട്ടാൻ നടക്കില്ല അല്ലെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്, n into n plus 1 divided 2. n into n plus 1 by 2 ആണ് ഇക്വേഷൻ. പഠിച്ചു വെക്കണം. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n into n plus 1 by 2. n എത്രയാണ്, 50 ആണ്. 50 into n plus 1, n ഇവിടെ 50 ആണ്, പ്ലസ് 1 51 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 2 50 ഇവിടെ എത്രയായി, 25. 25 into 51 എത്ര വരും, എത്രയാണ് വരിക, 1275 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്, n into n plus 1 by divided by 2. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ സംഖ്യകൾ അടിസ്ഥാന ക്രിയകളിൽ നിന്ന് ഒരു കുറച്ച് ക്വസ്റ്റ്യൻ എടുക്കുക. അതുപോലെ ബോർഡ് മാത്സിന് അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനെ എന്ത് ചെയ്യുക, എല്ലാത്തിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക കേട്ടോ. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ, ഇവിടെ എണ്ണൽ സംഖ്യയാണ് എന്ന് പഠിക്കണം. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6. അതായത് ഇതിന്റെ മെത്തേഡ് എന്ന് പറയുമ്പോൾ 1:1, 2:1, 3:1, 4:1 ഇതാണ് മെത്തേഡ് കേട്ടോ. അങ്ങനെ എന്താണ് 50:1. അപ്പൊ ഇതിന്റെ തുക എത്രയെന്ന് ചോദിച്ചാൽ n into n plus 1 by 2 ആണ്. ഇനി ശരി, ഒരു വേറൊരു സംഖ്യ എടുത്ത് ചെയ്ത് നോക്കാം. ആദ്യത്തെ 60 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്, ആദ്യത്തെ 60 എണ്ണൽ സംഖ്യകളുടെ തുക എന്താണ് ചെയ്യുക, ഇക്വേഷൻ എടുക്കുക. n into n plus 1 by 2 ആണ് ഇക്വേഷൻ. അപ്പൊ n 60 ഇട്ട് കൊടുത്തു. n plus 1 എന്ന് പറയുമ്പോൾ 61 ഡിവൈഡഡ് ടു 2 എന്ത് ചെയ്തു, 30 into 61 അല്ലെ. 30 into 61 ഗുണിക്കുക അല്ലെ. 0 0 3 0 6 18 1830 അല്ലെ. ആൻസർ എത്രയാണ്, 1830. അപ്പൊ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പഠിക്കുമല്ലോ. ശരിയാണ് കേട്ടോ. n into n plus 1 by 2 ആണ് ഇക്വേഷൻ, മറക്കരുത്. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n into n plus 1 by 2. അടുത്തത് ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക കാണാം. നമ്മൾ ഒറ്റ സംഖ്യകൾ എണ്ണൽ സംഖ്യകളുടെ പഠിച്ചു. ഇനി നമുക്ക് ഇരട്ട സംഖ്യകളുടെ തുക കാണാം. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്, n into n plus 1. നമ്മൾ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഡിവൈഡഡ് ബൈ 2 ഇട്ടു. അവിടെ 2 വേണ്ട, n into n plus 1 മതി. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ n into n plus 1 ആണ് ഇക്വേഷൻ. n എത്രയാണ്, 50. n plus 1 പറയുമ്പോൾ 50 into 51. 50 into 51 എത്രയാണ്, 2550. മനസ്സിലായോ. എങ്കിൽ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം, ആദ്യത്തെ എന്നാണ് കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ആദ്യത്തെ എന്ന് വന്നാൽ മാത്രമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതും ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ എന്നാണ് പറഞ്ഞത്. ഇവിടെയും ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ, ഇത്ര ഇരട്ട സംഖ്യകളുടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ എപ്പോഴും ആദ്യത്തെ എന്നുള്ളൊരു ഉണ്ടാകണം, എങ്കിൽ ഈ ഇക്വേഷൻ നമ്മളവിടെ യൂസ് ചെയ്യുക കേട്ടോ. എങ്കിൽ അടുത്തൊരു സംഖ്യ ഇട്ട് നോക്കുക. ആദ്യത്തെ 80 ഇരട്ട സംഖ്യകളുടെ തുക എത്ര, ആദ്യത്തെ 80 ഇരട്ട സംഖ്യകളുടെ തുക. അപ്പൊ എന്ത് ചെയ്യണം, n into n plus 1. n എത്രയാണ് ഇവിടെ, n എത്രയാണ്, 80 ആണ് അല്ലെ. അപ്പൊ n into n plus 1 പറയുമ്പോൾ 80 into 81. അപ്പൊ 80 into 81 ചെയ്യുമ്പോൾ എത്ര വരും, 0 8 0 എന്നിട്ട് 64 0 8 4 6 6 4 8 0 അല്ലെ. 6 4 8 0. ഓക്കെ ആണോ. ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ. ഒറ്റ സംഖ്യ പറഞ്ഞാൽ എന്താണ്,
1, 3, 5, 7 ഇങ്ങനെ പോയി 30 വരെ എത്തുമ്പോൾ ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² ആണ്. n എന്ന് പറയുന്നത് 30 ആണ്. 30ന്റെ സ്ക്വയർ 9900. ഓക്കെ ആണോ? അപ്പൊ നമ്മളിവിടെ 3 കാര്യങ്ങൾ പഠിച്ചു. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പഠിച്ചു അല്ലെ? എണ്ണൽ സംഖ്യകളുടെ ആദ്യത്തെ എന്ന് പറയണം. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എണ്ണൽ സംഖ്യ 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് n × n+1 / 2. ഇനി അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത്? ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പഠിച്ചു അല്ലെ? ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 2, 4, 6, 8, 10 ഇങ്ങനെ പോകും. അതിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? n × n+1 എന്ന് പഠിച്ചു. ഇനി ഒറ്റ സംഖ്യകളുടെ തുക കാണാം. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ. ഒറ്റ സംഖ്യ പറഞ്ഞാൽ എന്താണ്? 1, 3, 5, 7, 9 അങ്ങനെ പോകുന്നു. അങ്ങനെ അതിന്റെ ഇക്വേഷൻ ആണ് എന്താ? n² എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ ഇവിടെ പഠിച്ചല്ലോ. അടുത്ത നോക്കുക. ആദ്യത്തെ 6 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്താണ്? ഇവിടെ നോക്കിയേ, വർഗങ്ങളാണ്. മനസ്സിലായോ? ഏതിന്റെ? എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗം, സ്ക്വയർ. 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് 4² പ്ലസ് അങ്ങനെ പോയി അത് ഏതുവരെ ആകും? ഇവിടെ ഏതുവരെയാ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഫുൾ എഴുതാം. 6². ഇതിന്റെ തുക എന്താന്ന് ചോദിക്കാം. അപ്പോൾ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 36. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര എന്നാണ് ചോദ്യം. നമുക്ക് പോയി എക്സാം ഹാളിൽ ചിലപ്പോൾ എന്ത് തരും? ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക പറഞ്ഞാൽ 1² 2² 3² 50² വരെ എഴുതാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? അത് ഇതിൽ കൂട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത PSC എക്സാമിന് പിള്ളേർ വന്നിട്ടുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്താണ് ഇതിന്റെ ഇക്വേഷൻ? എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n × n+1 2n+1 / 6. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ പറയുന്നത് കേട്ടോ. n × n+1 × 2n+1 / 6. ഇവിടെ 6 എണ്ണൽ സംഖ്യകളല്ലേ? ഇവിടെ n എത്രയാണ്? 6 ആണ്. നമുക്ക് ഇക്വേഷൻ ഇട്ട് ചെയ്ത് നോക്കാം. n 6, n+1 പറയുമ്പോൾ 7 ആയി. 6 + 1 7. ഇവിടെ ഇൻറ്റു 2n, 2 × n എത്രയാണ്? 2 × 6 12 പ്ലസ് 1 അല്ലേ? 12 3 എത്രയായി? 13. മനസ്സിലായോ? ഓക്കെ. ഇവിടെ n എത്രയാണ്? 6. n+1 പറയുമ്പോൾ 6 3 7 ഇൻറ്റു 2n. n പറഞ്ഞാൽ 6 അല്ലേ? അപ്പൊ 2 × 6 12 പ്ലസ് 1 13 ഡിവൈഡഡ് ബൈ 6. 6ഉം 6ഉം പോയി 13 × 7. 7 14 മുകളിൽ 21 2 1 9 അല്ലെ? 91 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണാൻ, എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണാൻ എപ്പോഴും എങ്ങനെയാണെന്ന് അറിയാം? അങ്ങനെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്നൊന്നുമല്ല തരിക, ഇങ്ങനെ തന്നെയാണ് തരിക കേട്ടോ. 1² പ്ലസ് 2² പ്ലസ് 3² ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും? 40² ഇടും. അപ്പൊ എന്താ നമ്മൾ കാണേണ്ടത്? ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണണം. അപ്പൊ 40 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നാളെ എക്സാമിന് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 40 ആണ് തന്നിരിക്കുന്നത്, ഇവിടെ സ്ക്വയർ ആണ്, വർഗങ്ങളാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ n × n+1 2n+1 / 6 ആണെന്ന് മനസ്സിലാക്കണം. ആ ഇക്വേഷൻ പഠിച്ചു വെക്കണം. n 40 ഇട്ട് കൊടുക്കണം. n+1 പറയുമ്പോൾ 41 ആണെന്ന് മനസ്സിലാക്കണം. ഇൻറ്റു ഇട്ട് കൊടുത്ത് 2 × n, 2 × 40 എത്രയാണ്? 80 + 1 81 ആണ് മനസ്സിലാക്കണം. എന്നിട്ട് 6 ഇടണം. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക. ഇങ്ങനെ ചെയ്യണം കേട്ടോ. അടുത്തത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക. ക്യൂബിന്റെ അല്ലെങ്കിൽ ഘനസംഖ്യ എന്നും വരും കേട്ടോ. ക്യൂബ് അല്ലെങ്കിൽ ഘനസംഖ്യ എന്ന് വരും. അപ്പൊ ഇതെന്താണ് ഇവിടെ ചോദ്യം? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക. ക്യൂബ് എന്ന് പറയുമ്പോൾ 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് ഇങ്ങനെ പോയി എത്രയാ പറഞ്ഞത്? 10ന്റെ ക്യൂബ്. ഇതിന്റെ തുക എത്ര എന്നാണ് ചോദിച്ചത്. ഇതിന്റെ എല്ലാം ക്യൂബ് കണ്ടിട്ട് തുക കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതിന് ഇക്വേഷൻ എന്താ ചെയ്യേണ്ടത്?
നമ്മൾ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചത്? എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n × n+1 ഡിവൈഡഡ് ബൈ 2 അല്ലേ ഇക്വേഷൻ പഠിച്ചത്? ഇതാണോ ഇക്വേഷൻ പഠിച്ചത് എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ? എങ്കിൽ ഈ ക്യൂബിന്റെ തുക കാണാൻ ഒരു സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? ക്യൂബിന്റെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു സ്ക്വയർ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ക്യൂബിന്റെ തുക കാണാൻ. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ എന്താ പഠിച്ചത്? എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എണ്ണൽ സംഖ്യ പറഞ്ഞാൽ എന്താണ്? 1, 2, 3 ഇങ്ങനെ പോയി. അതിന്റെ ഇക്വേഷൻ ആണ് n × n+1 2 അല്ലെ? ഇനി എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുകയല്ലേ? ഇവിടെ n 10 അല്ലേ? n 10 അല്ലേ? അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. n ഇവിടെ 10 ഇട്ടു ഇൻറ്റു n+1 11 ഡിവൈഡഡ് ബൈ 2. ആദ്യം ഇത് ചെയ്താൽ മതി. മനസ്സിലായോ? 5 55 കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാണ്ട്? ഒരു സ്ക്വയർ ചെയ്യാനുണ്ട്. 55ന്റെ സ്ക്വയർ കാണുക. 55ന്റെ സ്ക്വയർ 3025. മനസ്സിലായോ? ഇങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് കേട്ടോ. അതേ ഇനിയിപ്പോ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക എത്ര ചോദിച്ചാൽ എന്ത് പറയണം? n × n+1/2 ചെയ്യുക. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക. 20 × 21/2 ചെയ്യുക. 10 വന്നു. 10 × 21 210 വന്നു. 210ന്റെ എന്ത് ചെയ്യണം? സ്ക്വയർ കാണുക. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത നോക്കുക. ആദ്യത്തെ 21 അഖണ്ഡ സംഖ്യകളുടെ തുക എന്താണ്? എന്താണ് അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്? 0, 1, 2, 3, 4 ഇങ്ങനെ പോകുന്നതാണ് എന്ത്? അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്. എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് പറയില്ല? 0 ചേർക്കില്ല അല്ലെ? നമ്മൾ സാധാരണ എണ്ണാൻ പറയുമ്പോൾ എണ്ണാൻ പറ്റുന്ന സംഖ്യകളാണ് ഏത്? എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ഒരാളോട് നീ ഇപ്പൊ ഒരു കുട്ടിയോട് പറയണം നീ 1, 2 ചെല്ല്, നമ്മൾ അങ്ങനെയല്ലേ പറയാ? അതാ നമ്മൾ പറയോ 0, 1, 2 ചെല്ല് അങ്ങനെ പറയോ? ഇല്ല അല്ലെ? നമ്മൾ 1, 2 ചെല്ല്. അതാണ് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. എന്നാൽ അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നേ 0 ചേർക്കണം. 0, 1, 2, 3, 4 ഇതാണ് അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്. അഖണ്ഡ സംഖ്യകളുടെ ഇക്വേഷൻ എന്താണ്? എണ്ണൽ സംഖ്യകളുടെ ഇക്വേഷൻ എന്താണ്? എണ്ണൽ സംഖ്യകളുടെ n × n+1 ഡിവൈഡഡ് ബൈ 2 അല്ലേ എണ്ണൽ സംഖ്യ? എന്നാൽ അഖണ്ഡ സംഖ്യകളുടെ ഇക്വേഷൻ n × n−1 ഡിവൈഡഡ് ബൈ 2 ആണ്. n × n−1/2 ആണ്. അപ്പോൾ ഈ 3 ഇക്വേഷനും വരുന്ന കണക്ട് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. ഇത് എണ്ണൽ സംഖ്യ, ഇത് അഖണ്ഡ സംഖ്യ, ഇനി ഇതിന്റെ കൂടെ ഒരു സ്ക്വയർ ഇട്ടാൽ ക്യൂബിന്റെ തുക. മനസ്സിലായോ? ഇതാണ് 3 കണക്ട് ചെയ്യുന്നത്. n × n+1/2 വന്നാൽ എണ്ണസംഖ്യ, n × n−1/2 വന്നാൽ അഖണ്ഡ സംഖ്യ, ഇനി n × n+1/2ന്റെ ഒരു സ്ക്വയർ ഇട്ട് കൊടുത്താൽ അത് ക്യൂബിന്റെ തുകയായി. 3 കാര്യം മനസ്സിലായല്ലോ. ഇവിടെ 21 അഖണ്ഡ സംഖ്യകളുടെ തുക. ആദ്യത്തെ 21 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ n എത്രയാണ് വന്നത്? 20 ആണ് വന്നത് അല്ലെ? 20 × n−1 എന്ന് പറയുമ്പോൾ 19 അല്ലെ? ഇവിടെ n എത്രയാണ്? 21 ആണ് അല്ലെ? 21 × n−1 എന്ന് പറഞ്ഞാൽ 20 ആണ്, ബൈ 2 ആണ്, 10 ആണ്. 10 × 21 210. ഇതാണ് ആൻസർ വരുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത് നമുക്ക് നോക്കാം. 32,475ന്റെ മുഖവില എന്താണ്? ഫേസ് വാല്യൂ 32,475ന്റെ മുഖവിലയല്ല, സോറി അതിൽ ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് വന്നു. 32,475ന്റെ അതില് 4ന്റെ മുഖവില എന്താണ്? 4ന്റെ മുഖവില ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ 4ന്റെ മുഖവില എത്രയാണ്? 4 നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? 4 തന്നെയല്ലേ കാണിക്കുന്നത്. നമ്മൾ മോൻ കൊണ്ട് നോക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? 4 തന്നെയല്ലേ കാണുന്നത്. 4 എങ്കിൽ മുഖവില എന്ന് പറയുമ്പോൾ എപ്പോഴും ഏതാണോ സംഖ്യ ചോദിച്ചിരിക്കുന്നത് അത് സംഖ്യ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? മുഖവില എന്ന് പറയുന്നത്. എങ്കിൽ ഈ 4ന്റെ സ്ഥാനവില എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? 4ന്റെ സ്ഥാനവില എന്താണെന്ന് ചോദിച്ചാൽ 400യുടെ ഒറ്റ 10 100 അല്ലേ? 400. മനസ്സിലായോ? 4ന്റെ മുഖവില ചോദിച്ചാൽ 4, 4ന്റെ സ്ഥാനവില എന്താന്ന് ചോദിച്ചാൽ 400. ഇനി 2ന്റെ മുഖവില എന്താ ചോദിച്ചാൽ എന്ത് പറയും? അത് 2 തന്നെയാണ്. എന്നാൽ 2ന്റെ സ്ഥാനവില എത്ര ചോദിച്ചാൽ എന്ത് പറയും? ഒറ്റ 10 100 1000. അപ്പൊ എത്രയാ? 2000. മനസ്സിലായോ? ഇങ്ങനെയാണ് മുഖവിലയും സ്ഥാനവിലയും കാണുന്നത്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ നമ്മൾ സംഖ്യകളുടെ അടിസ്ഥാന ക്രിയകളിലും എപ്പോഴും ചോദിക്കാനുള്ള ഒരു മേഖലയിൽ നിന്ന് ഒരു 10 ടൈപ്പ് എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഓരോ ടൈപ്പിൽ നിന്ന് ഒരു 10 ടൈപ്പ് നമുക്ക് ചെയ്തിട്ട് പോകാം. സമയം കിട്ടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാം? അതിന്റെ ബാലൻസ് ഉള്ള ടൈപ്പുകൾ ചെയ്തിട്ട് പോകാം.
അപ്പോൾ സപ്പോർട്ട് വേണം. സപ്പോർട്ട് നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ മാത്സിനെ കണ്ടിന്യൂ ചെയ്യില്ല കേട്ടോ. അത് എന്താണ്, പിന്നെ വെറുതെ നമ്മൾ ക്ലാസ് ടൈം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അടുത്ത് നോക്കുക. 300-നും 500-നും ഇടയ്ക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? 300-നും 500-നും ഇടയ്ക്ക്, അല്ല സോറി, ഇവിടെ 200 ആണ് കേട്ടോ. അങ്ങനെ ചെയ്യാം. 200-നും 500-നും ഇടയ്ക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പൊ ഇങ്ങനെ ഒരു സംഖ്യ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവിടെ എത്രയാണ്? 200, ഇവിടെ 500, ഇവിടെ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യയുണ്ട്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 200-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 500-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? 200-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ആൻസർ കിട്ടുന്നത് 28. ശിഷ്ടം ഒന്നും നമ്മൾ അവിടെ കണക്കാക്കണ്ട, കേൾക്കണ്ടോ? ശിഷ്ടമൊക്കെ വിടുക. ഇനി 500-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയായാലും 71 വരും. മനസ്സിലായി? പൂർണ്ണമായിട്ട് പോവില്ല, ശിഷ്ടം വരും. ആ ശിഷ്ടം അവിടെ ഇരുന്നോട്ട്, അത് നിങ്ങൾക്ക് മൈൻഡ് ചെയ്യണ്ട. മനസ്സിലായോ? 200-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 28, 500-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 71. എന്നിട്ട് എന്ത് ചെയ്യുക? 71-നെ 28 കൊണ്ടും 71-നെ ഇതിൽ നിന്ന് 28 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര ആൻസർ വന്നു? 43. മനസ്സിലായോ? ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് കേട്ടോ. 300-നും 500-നും ഇടയ്ക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യ? അങ്ങനെ ഏത് സംഖ്യ തന്നാലും എന്ത് ചെയ്യുക? ഇതേപോലെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് രണ്ടും തമ്മിലുള്ള മൈനസ് ചെയ്യുക. എത്രയാണോ ആൻസർ അത്ര തന്നെ. അപ്പൊ ഇവിടെ നമ്മള് പഠിച്ച ഇക്വേഷൻസ് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെ പോണതാണ്. n × n+1 ഡിവൈഡഡ് 2 ആണ്. ഇനി എണ്ണൽ സംഖ്യ കഴിഞ്ഞാൽ ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 4, 6, 8, 10 ഇങ്ങനെ പോണതാണ്. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? n × n+1 ആണ്. ഇനി ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ, എല്ലാം ഒറ്റ ആദ്യത്തെ എന്ന് വരണം. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ, ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്ന സംഖ്യയാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ കാണാൻ n² ആണ്. പിന്നെ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കാണാൻ, എന്താണ് വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ 1² പ്ലസ് 2² പ്ലസ് 3² ഇങ്ങനെ പോകുന്നത് എന്താണ്? n × n+1 × 2n+1 ഡിവൈഡഡ് ബൈ 6. ഇനി ക്യൂബുകളുടെ തുക കാണാൻ, അല്ലെ? ക്യൂബുകളുടെ തുക കാണാൻ എന്താ? ക്യൂബ് 1³ പ്ലസ് 2³ പ്ലസ് 3³ പ്ലസ് ഇങ്ങനെ പോകും. അതിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ എണ്ണ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എടുത്താൽ മതി. n × n+1/2 എഴുതുക, എന്നിട്ട് ഒരു സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ ഓക്കെ, എങ്ങനെയുണ്ട് ക്ലാസ്? നിങ്ങൾക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു വരികയുള്ളൂ. ഇനി നമുക്കിതിൽ അഭാജ്യ സംഖ്യകൾ എന്താണ്, അഭാജ്യ സംഖ്യകളുടെ ഒക്കെ കണക്കുകൾ എടുത്ത് ചെയ്യാനുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ പഠിച്ചത് ഈ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ്, അല്ലേ? അതേപോലെ തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേറെയും ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം ഇക്വേഷൻ എഴുതും. n × n+1 എഴുതും, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തും? n 20 ആണെന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് 20 × 21 ആണ് പറഞ്ഞിട്ട് നമ്മളത് ആൻസർ ചെയ്യും. ഇതിൽ ആൻസർ ചെയ്യാം. ഇനി ഞാൻ പറയാണ്, അതായത് ഇപ്പൊ പറയാണ് 20 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 20 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ പാടില്ല. എന്താണ്? 20 വരെയുള്ള ഇരട്ട സംഖ്യ, അതായത് 2, 4, 6, 8, 10, 12, 14, 16, 18, 20. കണ്ടോ? 20 വരെയുള്ള ഇരട്ട സംഖ്യ പറഞ്ഞാൽ ഇവിടെ ആകെ എത്ര ഉണ്ട്? 2, 4, 6, 8, 10 അല്ലെ? 10 ഇരട്ട സംഖ്യയിലുള്ള നമുക്ക് ഇങ്ങനെ എണ്ണാൻ പറ്റുമോ? പറ്റില്ല. 20 വരെയുള്ള ഇരട്ട സംഖ്യ പറഞ്ഞാൽ 20ന്റെ പകുതി എത്രയാണോ? 10, അതാണ് ഇരട്ട സംഖ്യ. ഇനിയിപ്പോ 60 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക പറഞ്ഞാൽ 60 വരെ ഇവിടെ ആദ്യത്തെ കണ്ടോ? 20 വരെ. അപ്പൊ ഇനി 60 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ 60ന്റെ പകുതി എത്രയാണ്? 30. അവിടെ 30 ഇരട്ട സംഖ്യയേ ഉള്ളൂ. എന്നിട്ട് ഇക്വേഷനിൽ ചെയ്യുക, n × n+1 ചെയ്യുക, 30 × 31. മനസ്സിലായോ? ഇവിടെ 10 ഉള്ളൂ. അപ്പൊ 10 × 11. കണ്ടോ? ഇങ്ങനെയാണ് ആൻസർ ചെയ്യുക. 110 എന്ന ആൻസർ കിട്ടും. ഇവിടെ 30 × 31 ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയും ആദ്യത്തെ
30 ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്ന് പറയും അല്ലെ. ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ n സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 30ന്റെ സ്ക്വയർ കാണും, 900 കാണും. എന്നാൽ നമ്മൾ പറയാണ് 30 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അവിടെ വരെ എന്ന് പറഞ്ഞു. 30 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക 30 വരെ എത്ര ഒറ്റ സംഖ്യയുള്ളൂ? 15 ഉള്ളൂ. അപ്പൊ 15ന്റെ സ്ക്വയർ കാണണം. മനസ്സിലായോ? ഇങ്ങനെയായിരിക്കണം ക്വസ്റ്റ്യൻസ്. എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ അഭാജ്യ സംഖ്യകൾ എത്ര ഉണ്ട്, എന്താണ് അഭാജ്യ സംഖ്യ എന്ന് പഠിക്കാം. ബോർഡ് മാത്സിന്റെ എല്ലാ റൂളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് പോകാം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുള്ളൂ. അത് വീണ്ടും ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് പ്രിലിംസിന് വേണ്ടിയിട്ട് 30 ഡേയ്സ് ചാലഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. SSCRT ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ കറണ്ട് അഫെയർ ഒപ്പം വരുന്നുണ്ട്. എല്ലാം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് പ്രിലിംസ് കയറാം. ഷുവർ. ഓക്കെ.